ഏവർക്കും നമസ്കാരം. ശിവഹോത്തിൻ്റെ പുതിയൊരു കളക്റ്റീവ് റീഡിങ്ങിലേക്ക് കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കുള്ള സ്പിരിറ്റ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഡിവൈൻ ഗൈഡൻസ് ഒക്കെ ആയിട്ടാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് കേൾക്കേണ്ട സന്ദേശമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ഫോട്ടോസ് വച്ചിട്ടുണ്ട്. ഈ 3 ഫോട്ടോസിൽ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന ഫോട്ടോ, ഒന്നിലധികം ഫോട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ റീഡിംഗ് കേൾക്കാവുന്നതാണ്. ഓക്കെ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് മാത്രമാണ്. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ടാരോട്ട് റീഡിംഗ്, സ്പിരിച്വൽ ഗൈഡൻസ്, കൗൺസിൽ സെഷൻ, ഹീലിംഗ് സെഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇത് കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫായിട്ട് എങ്ങനെ മാച്ച് ആവുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് വിട്ടേക്കാം കേട്ടോ. നിങ്ങൾക്ക് റെസൊണേറ്റ് ആവാത്ത കാര്യങ്ങൾ ആലോചിച്ചിട്ട് വീണ്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതിന് ജസ്റ്റ് ഒരു റീഡിംഗ് മാത്രമായിട്ട് വിചാരിച്ച് ലെറ്റ് ഗോ ചെയ്താൽ മതിയാവും. ഓക്കെ, പിന്നെ നിങ്ങൾക്കിത് റെസൊണേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ വീഡിയോസിനെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കൂടി എത്തിക്കുന്നത്. സോ ആരെങ്കിലും ഒരു വിഷമഘട്ടത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു മെസ്സേജ് അവർക്ക് സഹായകരമായിട്ട് മാറുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള ടാരോട്ട് കാർഡ് റീഡിങ്സ്, ഒറാക്കിൾ കാർഡ് റീഡിങ്സ്, മെസ്സേജുകളൊക്കെ നിങ്ങൾക്ക് ലൈഫിലൊരു ബ്ലോക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ്, മുമ്പോട്ട് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ സാഹചര്യത്തിലൊക്കെ ഇനി എന്ത് തീരുമാനം എടുക്കണം, ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഗൈഡൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്ലോക്ക് എന്താണ്, അത് മാറാൻ വേണ്ടിയിട്ടുള്ള വഴികൾ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ടാരോട്ട് കാർഡ് റീഡിങ്, ഒറാക്കിൾ കാർഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പാസ്റ്റ് ലൈഫ് സംബന്ധമായിട്ടുള്ള കർമ്മ പോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ, റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അതിനൊരു ക്ലാരിറ്റി തേടാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ടാരോട്ട് കാർഡ് റീഡിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം പലർക്കും ടാരോട്ട് കാർഡ് റീഡിങ് എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ട് പറഞ്ഞത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശമായിട്ട് വരുന്നത്, നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കുള്ള എനർജി അങ്ങനെയാണ് വരുന്നത്. കാരണം യൂണിവേഴ്സായിട്ട് നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങളിലേക്ക് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു ക്ലാരിറ്റി, പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോകണം എന്നൊക്കെ വിചാരിച്ച് വിഷമിക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആ ഒരു ഫ്ലോ അനുസരിച്ച് മുമ്പോട്ട് പോകാൻ മാത്രം ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുന്നതിന് പകരം ജസ്റ്റ് യൂണിവേഴ്സിൻ്റെ ആ ഒരു ഫ്ലോ അനുസരിച്ചിട്ട് ജസ്റ്റ് ലൈഫ് കൊണ്ടുപോകുക ഈ ഒരു സമയത്ത്. കാരണം നിങ്ങൾ അനാവശ്യമായിട്ട് ചിന്തിക്കുന്നത് വഴി വെറുതെ എനർജി വേസ്റ്റായിട്ട് പോവാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് എനർജി വെറുതെ വേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി സംഭവിച്ച കാര്യങ്ങളുടെ മേലെ ഇനിയും ചിന്തിച്ചിട്ട് വെറുതെ കൺഫ്യൂഷനായി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന സമയത്ത് എനർജി വേസ്റ്റായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള എനർജി നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. ഈ ഒരു സമയം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുൻപോട്ടേക്ക് എങ്ങനെ കൊണ്ടുപോകാൻ കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ്. ജസ്റ്റ് ഈ ഒരു സമയത്ത് ഈ ഒരു ഇപ്പോഴത്തെ മൊമെൻറ്റ് എന്താണോ അത് നിങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അതിനെ റെസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇനി അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതിനെ അംഗീകരിക്കുന്നതോടുകൂടി ഹീലിംഗ് എന്നൊരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. നിങ്ങൾക്കത് ഹീലിങ്ങിൻ്റെ ആ ഒരു വഴിയിൽ കൂടി സഞ്ചരിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും. ഈ ഒരു സമയത്ത് നിങ്ങൾ കാമായിട്ടിരിക്കുക. വെറുതെ ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് നിങ്ങളുടെ പർപ്പസ്, നിങ്ങൾ മുമ്പോട്ട് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് കാര്യങ്ങൾ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. അടുത്തൊരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചിലപ്പം കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു ക്ലിയർ ആയിട്ട് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷേ ഇത്തരത്തിൽ, അതായത് ഓരോ ദിവസവും നിങ്ങൾ നന്നായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് ചെയ്യേണ്ട ഒരു കാര്യം. ഇനി എന്തോ, എങ്ങനെ, എപ്പോൾ ഒന്നിനെക്കുറിച്ചിട്ടും വറി ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സറണ്ടർ ചെയ്യുക. ഈ ഒരു സമയത്ത് പൂർണ്ണമായിട്ടും പ്രപഞ്ചത്തിലേക്ക് സറണ്ടർ ചെയ്യുന്നതോടുകൂടി ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല. പകരം ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഓരോ ദിവസങ്ങളായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സമയത്ത് വെറുതെ ചിന്തിച്ചിട്ട് വിഷമിക്കാതിരിക്കുക. ചില ആൾക്കാർ ഒരു പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. പക്ഷേ നിങ്ങൾ അത്തരത്തിൽ ഒരു തീരുമാനം എടുക്കാതിരിക്കുക. മെഡിറ്റേഷനിൽ കണക്ട് ചെയ്യുക, സൈലൻ്റായിട്ടിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ
മനസ്സിൽ തോന്നും. അതുമായിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങൾ സൈലൻ്റായിട്ടിരിക്കുന്ന സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവും. അതാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ചുരുക്കം ചില ആൾക്കാർക്ക് വരുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എവിടേക്കോ നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയപ്പെടുന്നു, അല്ലെങ്കിൽ അതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണോ എന്ന് ചിന്തിക്കുന്നു. അതായത് നോ പറയേണ്ട സിറ്റുവേഷൻസിൽ, അല്ലെങ്കിൽ എനിക്കിത് പറ്റില്ല എന്ന് പറയേണ്ട സാഹചര്യത്തിൽ നിങ്ങൾക്കത് പറയാൻ പറ്റുന്നില്ല. ഓക്കെ. അപ്പോൾ അത് മോശമാണോ, അവരെന്ത് ചിന്തിക്കും എന്നുള്ളൊരു തോട്ടിൽ നിങ്ങളങ്ങനെ പറയാതിരിക്കാതിരിക്കുക. നിങ്ങൾക്ക് കംഫർട്ടാവുന്ന കാര്യങ്ങൾ മാത്രം ഏറ്റെടുക്കുക. നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കതിൻ്റെ എനർജി പൂർണ്ണമായിട്ടും അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ യെസ് എന്ന് പറയുക. അല്ലാത്ത കാര്യങ്ങളിൽ നോ പറഞ്ഞ് മാറി നിൽക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സമാധാനമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് ഈ ഒരു സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ. ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശമായിട്ട് വരുന്നത്. ഇത് റെസൊണേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്, നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് റൈറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനിൽ തന്നെയാണ്. നിങ്ങളുടെ വഴി കറക്റ്റായിട്ടുള്ള വഴി തന്നെയാണ്. ഓക്കെ. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ കാര്യങ്ങൾ ക്ലിയറായിട്ട് മനസ്സിലാകുന്നുണ്ടാവില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവാം. പക്ഷേ വിഷമിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, കൂടുതലായിട്ട് നിങ്ങളൊരു ആത്മീയ അന്വേഷണം, അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കുമോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകണം, ഇത്തരത്തിലുള്ളൊരു സംശയത്തിലായിരിക്കണം നിങ്ങൾ. കൂടുതലായിട്ടും ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത നിങ്ങൾ പലരും ഒരു ആത്മീയ മാർഗം അന്വേഷിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി ആയിരിക്കണം നിങ്ങൾ ഒരുപാട് അന്വേഷിക്കുന്നുണ്ടാവുക. പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കൂടി തന്നെ കടന്നു പോകുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു സമയമാകുമ്പോൾ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും കണക്ട് ചെയ്ത് ലഭിക്കുന്നതാണ്. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പോകുന്ന വഴി തന്നെ പോവുക. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പിരിച്വൽ വർക്ക്, ഇന്നർ വർക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതുപോലെ തന്നെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അവനവൻ്റെ സോളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഹയർ സെൽഫുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത്. ജസ്റ്റ് ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതലായിട്ടും പാസ്റ്റിനെ ചൊല്ലിയിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല, ഫ്യൂച്ചറിനെ ചൊല്ലിയിട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സറണ്ടർ ചെയ്യുക. ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് അവെയറായിരിക്കുക മാത്രം ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ, ഇനി വന്ന് കണക്റ്റ് ആവേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും വരേണ്ട സമയത്ത് അതത് ആൾക്കാർ വഴി കണക്റ്റായിട്ട് വരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വഴി നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടുതൽ പേരും ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കണം കൂടുതലായിട്ടും. അത്തരത്തിലുള്ളൊരു മെസ്സേജാണ് കൂടുതലായിട്ട് ലഭിക്കുന്നത്. അതായത് ഒരു സൊല്യൂഷൻ നിങ്ങൾ ശരിക്കും അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ അതായത് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സ് ഒരു അതായത് ഒരുപാട് കാര്യങ്ങളിൽ, എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങളിൽ ചിന്തിച്ചിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുടെ ഉത്തരം ചിലപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവാം, സ്പിരിച്വലായിട്ട് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ഇത് രണ്ടും കൂടി എങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കണം പലരും അനുഭവിക്കുന്നുണ്ടാവും. ഓക്കെ. അത്തരത്തിലുള്ളൊരു മെസ്സേജാണ് ലഭിക്കുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആയിട്ട് ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ അവെയറായിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ്. ഇത് തന്നെയാണ് ഫസ്റ്റ് കാർഡിലും ഏകദേശം ഒരു എനർജി എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത് അവസാന ഭാഗങ്ങളിൽ. ഓക്കെ. അപ്പോൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ഇന്നർ വർക്ക് അതുപോലെ തന്നെ കൊണ്ടുപോവുക. ഗുരുവിനെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. സമയം ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ പ്ലാൻ അനുസരിച്ച് നിങ്ങളിലേക്ക് വന്ന് കണക്ട് ചെയ്യേണ്ട ആൾക്കാർ, ഗുരുക്കന്മാർ തീർച്ചയായിട്ടും വരുന്നതാണ്. ഓക്കെ. ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശമായിട്ട് വരുന്നത്. ഇത് റെസൊണേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജാണ് ലഭിക്കുന്നത്. ഡിവൈൻ ലവ്. ഓക്കെ. ഈ ഒരു സമയത്ത് നിങ്ങൾ പാസ്റ്റ് മിസ്റ്റേക്കിൽ നിന്ന് പൂർണ്ണമായിട്ടും മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിനു മുന്നേ നിങ്ങൾ ഒരുപാട് സമയം, നിങ്ങളുടെ എനർജി എല്ലാം പാസ്റ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് സമയം ചിലവഴിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നു. അവിടെ ഇവിടെയൊക്കെ വെറുതെ അനാവശ്യമായിട്ട് ചിന്തിക്കുക, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, വീണ്ടും നിങ്ങൾ അതിൽ തന്നെ വീണു പോകുന്നൊരവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരുപാട് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സമയം എല്ലാം ഒരുപാട് വേസ്റ്റ് ആയതായിട്ട് കാണാൻ സാധിക്കുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ പൂർണ്ണമായിട്ടും ഹീലിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി അത്തരത്തിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ, അഥവാ ഇപ്പോഴും പാസ്റ്റിൽ കുടുങ്ങി കിടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഭഗവാൻ നിങ്ങൾക്ക് തരുന്നൊരു സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്.
ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ഒരുപാട് മിസ്സിങ് ഫീൽ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആവാത്തൊരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഓൾഡ് സ്റ്റോറീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പഴയ കഥ വീണ്ടും വീണ്ടും കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പാസ്റ്റിനെ പാസ്റ്റായിട്ട് കാണാൻ ശ്രമിക്കാം. വെറുതെ അനാവശ്യമായിട്ട് അവിടെ ഇവിടെയും ചിന്തിച്ച് സമയം കളയാതിരിക്കുക. അപ്പോൾ നിങ്ങൾ പറയും, പാസ്റ്റിനെ എങ്ങനെ ഞാൻ ഒഴിവാക്കും, എൻ്റെ കൂടെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ അത്രയും വേദന തന്ന ആൾക്കാർ, അവരോട് ഞാൻ എങ്ങനെ ഫോർഗീവ് ചെയ്ത് കൊടുക്കും, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ വന്നേക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ അത്തരം കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക. അതിന് പകരം നിങ്ങളുടെ സോളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിലേക്കുള്ള ആ ഒരു ആത്മചൈതന്യമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പതിയെ പതിയെ ഇത്തരം ആൾക്കാർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കാനും ഈ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഈ ഒരു ഇതേ ലൂപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് ഈ ഒരു ഓൾഡ് പാറ്റേണിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാനും സാധിക്കുന്നതാണ്. നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ചിന്തിക്കാതിരിക്കുക. പകരം നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും പഴയ കാര്യങ്ങൾക്ക് പകരം പുതിയ കാര്യങ്ങൾ വന്നു ചേരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനുള്ളൊരു പവർ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്നൊരു മെസ്സേജ് ഡിവൈൻ ലവ് ആയിരുന്നു. അതായത് നിങ്ങളുടെ ഉള്ളിലേക്ക് ആ ഒരു ഡിവൈൻ ലവായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് സ്നേഹം കൊടുക്കേണ്ടതും നിങ്ങൾക്ക് സ്നേഹം പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഉള്ളിലേക്ക്, നിങ്ങളുടെ ഓരോ സെല്ലിലേക്കും സ്നേഹം പകർന്നു കൊടുക്കേണ്ടത് നിങ്ങളാണ്. അതിന് വേണ്ടിയിട്ട് വേറൊരു വ്യക്തിയെ കാത്തിരിക്കാതിരിക്കുക. ഓക്കെ, അവിടെ നിങ്ങൾ ഒരു സംശയം വന്നേക്കാം. അപ്പോൾ സ്നേഹം എന്താണെന്നുള്ളൊരു സംശയം വന്നേക്കാം. തീർച്ചയായിട്ടും സ്നേഹം എന്നത് കൊടുക്കേണ്ടതാണ്, പകർന്നു കൊടുക്കേണ്ടതാണ്, തിരിച്ചു വാങ്ങിക്കേണ്ടതാണ്. പക്ഷേ അത് അർഹിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുക, അർഹിക്കുന്ന ആൾക്കാരിൽ നിന്നും വാങ്ങിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതിൽ അഡിക്റ്റഡ് ആയിട്ട് പോവും, അടിമപ്പെട്ടു പോവും. ഓക്കെ, നിങ്ങൾക്കൊരിക്കലും ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു വഴി ഒരുക്കില്ല. നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുക. സ്നേഹിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്ന ആൾക്കാരെ സ്നേഹിക്കുക. അതോടൊപ്പം തന്നെ ഭഗവാനിലേക്കും ആ ഒരു സ്നേഹം സമർപ്പിക്കുക. ഭഗവാനോടുള്ള പൂർണ്ണമായിട്ടുള്ളൊരു പ്രേമം, ഭക്തിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് അർഹതയില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി തരാത്ത, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തരുന്ന ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എനർജി മുഴുവനായിട്ടും അതിൽ വേദനിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ നിങ്ങൾക്ക് ഭഗവാനോടുള്ള പ്രണയം അല്ലെങ്കിൽ ഒരു ഭക്തി നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണുന്നു. ഡിവൈൻ ലവ് എന്നാൽ അൺകണ്ടീഷണൽ ലവ്. ഓക്കെ, അത് ഭഗവാനിലേക്ക് സമർപ്പിക്കുക, നിങ്ങളിലേക്ക് സമർപ്പിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കേണ്ട സ്നേഹം അത് ലഭിക്കേണ്ട ആൾക്കാരിൽ നിന്ന് തന്നെ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. പക്ഷേ നിങ്ങളൊന്നിൻ്റെയും പിറകെ അന്വേഷിച്ച് അല്ലെങ്കിൽ തേടിപ്പോവാതിരിക്കുക. ലെറ്റ് ഗോ ചെയ്യേണ്ട കാര്യങ്ങളെ പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്യാൻ തയ്യാറാവുക. ഭഗവാന്റെ പാദത്തിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ സമർപ്പിക്കുക. കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പുരോഗമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. അതിനിടയ്ക്ക് വരുന്നൊരു തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. നിങ്ങളുടെ മനസ്സിലുള്ള എന്തോ ഒരു കാര്യം അല്ലെങ്കിൽ ഏതോ ഒരു പ്രൊജക്ഷൻ നിങ്ങൾക്ക് തടസ്സമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊന്ന് ശ്രദ്ധിക്കുക. ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇന്നർ സെൽഫായിട്ട് കണക്ട് ചെയ്യുക. ചോദിക്കുക, അവനവൻ്റെ ഹൃദയത്തിൽ കൈവച്ചിട്ട് എന്താണ് എനിക്ക് ഈ ഒരു സമയം ആവശ്യം എന്നുള്ളത് സ്വയം അവനവനോട് ചോദിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, വന്നോട്ടെ. ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ഇന്നർ സെൽഫ് നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ സന്തോഷം എന്നുള്ളതായിരിക്കും, സ്നേഹം എന്നുള്ളതായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അത് ഭഗവാനോട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഭഗവാനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരാൻ സാധിക്കുന്നതാണ്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പുറമേയുള്ള ഏത് വസ്തുക്കളിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം അല്ലെങ്കിൽ സന്തോഷം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നതാണ്. അത്തരത്തിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് പുറമേ നിന്നുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളിലേക്ക് വന്ന് കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അവിടെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊന്നിനെയും തേടിപ്പോകേണ്ട ആവശ്യമില്ല. കൃത്യസമയത്ത് എല്ലാം നിങ്ങളെ തേടി വന്നുകൊള്ളും. ഓക്കെ, ഈ ഒരു സമയത്ത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുക. നിങ്ങളുടെ ഗോൾസിന്, നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക. അവനവനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഭഗവാനിലേക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ടും സെൽഫ് റിയലൈസേഷൻ എന്താണെന്നുള്ള ഉത്തരത്തിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ കണക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്നൊരു എനർജി. മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുക. നാമജപത്തിലൂടെ മനസ്സിനെ ശാന്തമാക്കുക. അതിനുശേഷം കുറച്ചു നേരം ധ്യാനത്തിലേക്ക് കണക്ട് ചെയ്യുക. ചിന്തകൾ ശൂന്യമായിട്ട് മാറുന്നതാണ്, മനസ്സ് കാമാവുന്നതാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ള ഉത്തരം തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. ഡിവൈനായിട്ട് നിങ്ങൾക്കുള്ള ഉത്തരം
ഇൻഡ്യൂഷനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജായിട്ട് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ളൊരു സന്ദേശമായിട്ട് വരുന്നത്. ഓക്കെ, ഇത് റെസൊനേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.